സോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ബേസിക് HTML പേജ് ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി, അതായത് പാരഗ്രാഫിനെ പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റർ അടിച്ചിട്ട് ഇത് ഒരു ലൈനാക്കി മാറ്റി, ഇവിടെ എൻ്റർ അടിച്ചിട്ട് വീണ്ടും ഒരു ലൈനാക്കി മാറ്റി. അപ്പോൾ ഇത് 3 ലൈനുണ്ട്. ഇനി നമ്മളിത് സേവ് ചെയ്തിട്ട് നമ്മൾ ലൈവ് പ്രിവ്യൂവിൽ കണ്ടു നോക്കിയാൽ നമുക്ക് കാണാം, നമ്മളുടെ 3 ലൈനാക്കിയതൊന്നും വന്നിട്ടില്ല, എല്ലാം ഒറ്റ ലൈനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. പാരഗ്രാഫ് എങ്ങനെ 3 ലൈനായിട്ട് കാണിക്കും? അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു പ്രത്യേക ടാഗ്, അതായത് BR എന്ന് പറയുന്ന ടാഗ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ BR ടാഗ് ആഡ് ചെയ്യുക, ഇവിടെയും BR ടാഗ് ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ലാസ്റ്റ് ലൈനാണ്. ഇനി നമ്മൾ സേവ് ചെയ്യുക, എന്നിട്ട് ഈ ലൈവ് പ്രിവ്യൂ Ctrl+Alt+P ആണ്, ഞാൻ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. Ctrl+Alt+P. അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ BR ടാഗ്, അതായത് ലൈൻ ബ്രേക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഇവിടെയൊക്കെ ലൈൻ ബ്രേക്ക് ഉണ്ട്. ഈ ലൈൻ ബ്രേക്ക് എന്ന് പറയുന്ന ടാഗ് ഇത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 ലൈനായിട്ട് കിട്ടി. അപ്പോൾ ഈ ബ്രേക്ക് ടാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഒരു സിംഗിൾ ടാഗാണ്. ഇത് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. ഇത് ഒരു സെൽഫ് ക്ലോസിങ് ടാഗാണ്. അതിന് ക്ലോസിങ് ടാഗ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്ലോസിങ് ടാഗ് ഇല്ല, അത് വെറുതെ അങ്ങോട്ട് കൊടുത്താൽ മതി, ബ്രേക്ക് ടാഗ്. ഇനി വേറൊരു പ്രത്യേകത നമ്മൾ കാണാൻ പോകുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരഗ്രാഫിന് ഇപ്പോൾ ഇനി ഞാൻ ഇവിടെയൊക്കെ സ്പേസ് കൊടുക്കാൻ പോവാണ്. സ്പേസ് കൊടുത്തു, ഇവിടെ സ്പേസ് കൊടുത്തു, ഇവിടെയും സ്പേസ് കൊടുത്തു, ഇവിടെ സ്പേസ് കൊടുത്തു, അങ്ങനെ എല്ലായിടത്തും ഞാൻ സ്പേസ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ Ctrl+Alt+P പ്രസ് ചെയ്തിട്ട് ഞാൻ ലൈവ് പ്രിവ്യൂവിൽ കണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ സ്പേസ് കൊടുത്തിട്ടും ഒരു സ്പേസും കാണിക്കുന്നില്ല. ഞാനിതിൻ്റെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ സ്പേസ് കാണിക്കുന്നില്ല. അതായത് ഈ പറയുന്ന HTML സ്പേസ് എന്ന് പറയുന്നത് അതായത് ഒരൊറ്റ സ്പേസ്, അതായത് ഈ ഒരു വേർഡ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസ്, അത് മാത്രമേ സ്പേസ് ആയിട്ട് എടുക്കത്തുള്ളൂ. അല്ലാതെ സ്പേസ് കൊടുക്കണമെങ്കിൽ നമ്മളൊരു ക്യാരക്ടറായിട്ട് ഒരു പ്രത്യേക സിമ്പിൾ ആഡ് ചെയ്യണം, എന്നാലേ സ്പേസ് വരത്തുള്ളൂ. അപ്പം ആ ഒരു സിമ്പിളിനെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കും, അല്ലെങ്കിൽ പിന്നീട് പഠിക്കാം, ഇപ്പം പഠിക്കണ്ട. ഇനി പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാനൊരു പുതിയൊരു പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എഡിറ്റിൽ പോയാൽ ആ പ്ലഗിൻ കാണാം. ഈ ബ്യൂട്ടിഫൈ എന്ന് പറയുന്ന പ്ലഗിനാണ്. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ ബ്രാക്കറ്റ്സിൻ്റെ ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞ പ്ലഗിൻ, അത് സിംപ്ലി ഡ്രാഗ് ചെയ്യുക, എക്സ്റ്റൻഷൻ മാനേജറിൽ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന സംഭവത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇപ്പം ഞാനൊരു കവിതയാണ് എഴുതുന്നതെന്ന് വിചാരിച്ചത്. അത് എല്ലാം പല പല ലൈൻസാണ്.
ഇങ്ങനെ പല പല ലൈൻസായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ലൈൻസ് ഞാൻ നേരത്തെ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തിട്ട് ഞാൻ പല പല ലൈൻസ് ആക്കി. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇത് ഈ പാരഗ്രാഫിനെ പ്രീ എന്ന് പറയുന്ന ടാഗ് ആക്കി കഴിഞ്ഞാൽ, PRE എന്ന് പറയുന്ന ടാഗ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സെയിം റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ലൈവ് പ്രിവ്യൂവിൽ കണ്ടു നോക്കാം. കണ്ടോ, നമുക്ക് 3 ലൈനായിട്ട് കിട്ടി. അപ്പോൾ എത്ര ലൈൻ ബൈ ലൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രീ എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കവിത എഴുതി കഴിഞ്ഞാൽ, ലൈൻ ബൈ ലൈനായിട്ട് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രീ ടാഗ് കൊടുത്ത് അത് ലൈൻ ബൈ ലൈനായിട്ട് തന്നെ കാണിക്കാൻ പറ്റും. പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതെല്ലാം ഒറ്റ പാരഗ്രാഫായിട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സോഴ്സ് കണ്ടാൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഈ പ്രീ ടാഗ് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ലൈൻ ബൈ ലൈനായിട്ട് നമുക്കത് കിട്ടും. ഇതൊക്കെയാണ് പാരഗ്രാഫിൻ്റെ പ്രത്യേകതകൾ. പാരഗ്രാഫ് അല്ലാതെ കുറേ ടാഗുകൾ നമ്മൾ പഠിച്ചു. ബ്രേക്ക് ടാഗ് പഠിച്ചു. ഇനി ഒരു ടാഗ് കൂടിയുണ്ട്. നമ്മളിവിടെ നമുക്കൊരു എന്താ പറയുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ റൂളർ കൊടുക്കണം. ലൈൻ ബ്രേക്ക് നമ്മൾ കൊടുത്തു, നമുക്കൊരു ഹൊറിസോണ്ടൽ റൂളർ കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ റൂളർ HR എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറയുന്ന ടാഗ് നമുക്ക് കൊടുത്ത് അത് കണ്ടു നോക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ റൂളർ, അതായത് ഈ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഈ ലൈനെയാണ് ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ HR എന്ന് പറയുന്ന ടാഗ് കൊടുത്താൽ ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറയുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ വരും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെഡിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ലൈൻ ബൈ ലൈനായിട്ട് എഴുതിയിരിക്കുന്ന ഈ സാധനത്തിന് ഒരു ഹെഡിങ് വേണം. അപ്പോൾ ഞാനതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ പൊക്കത്തായിട്ട് ഹെഡിങ് ടാഗ് H1 എന്ന് പറയുന്ന ടാഗ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ദിസ് ഈസ് എ പോയം, ഇതൊരു കവിതയാണെന്ന് ഞാൻ എഴുതി വെച്ചു. ഇനി നമ്മൾക്ക് ഇത് സേവ് ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്, ദിസ് ഈസ് എ പോയം. അപ്പോൾ ഈ ഹെഡർ ടാഗ്, അല്ലെങ്കിൽ ഹെഡിങ് എന്ന് പറയുന്ന ടാഗ് 6 ടാഗാണുള്ളത്. അപ്പം അത് കണ്ടു നോക്കണമെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഹെഡിങ് ടാഗ് എഴുതുന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് $R എന്നിട്ട് ടാബ് അടിക്കുക. അപ്പം നമുക്ക് 6 ടാഗുകളും കിട്ടി. ഇത് 6 ടാഗ്. H1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടാഗാണ്, H2 എന്ന് പറയുന്നത് ചെറുത്, H3 എന്ന് പറയുന്നത് അതിൻ്റെ ചെറുത്, അങ്ങനെ ചെറിയ ചെറിയ ടാഗുകളായിട്ട് വരും. H6 എന്ന് പറയുന്ന 6ാമത്തെ ടാഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ടാഗാണ്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് എ ഹെഡിങ്, എന്നിട്ട് നമുക്കത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാത്തിലും ആ ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറയുന്നത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ലൈവ് പ്രിവ്യൂവിൽ ജസ്റ്റ് കണ്ടു നോക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം H1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹെഡിങ്, സെക്കൻഡ് ഹെഡിങ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഇത് ഏറ്റവും വലിയ ഹെഡിങ്, ചെറുതായി വരുന്നു. ഇത് H6 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഹെഡിങ്.
അപ്പോൾ അതാണ് ഹെഡിങ്. ഇപ്പോൾ ഹെഡിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു, പാരാഗ്രാഫിനെ പറ്റി പഠിച്ചു, പാരാഗ്രാഫിൻ്റെ ചില പ്രശ്നങ്ങളെ പറ്റി പഠിച്ചു, നമ്മൾ ബ്രേക്ക് ടാഗ് പഠിച്ചു. അതൊരു സെൽഫ് ക്ലോസിങ് ടാഗാണ്, ഒറ്റ ടാഗാണത്, പെയർഡ് ടാഗല്ല. പിന്നെ ഹൊറിസോണ്ടൽ റൂളർ ഇടുന്നത് എങ്ങനെയാണ് അത് പഠിച്ചു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.